ഹായ് ഓൾ, വെൽക്കം ടു ഈസി ഇംഗ്ലീഷ്. ഈ വീഡിയോ 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ലെസൻ്റെ 2ാമത്തെ പാർട്ടാണ്. അതായത് ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് എന്ന് പറയുന്ന ലെസൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാർട്ട് 1 വീഡിയോ ഇതിനു മുമ്പ് നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം, എന്നാൽ മാത്രമേ ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്നത് മനസ്സിലാവുള്ളൂ. ഈ വീഡിയോയുടെ തൊട്ട് മുമ്പിൽ തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആ വീഡിയോ കാണുക. അപ്പോൾ ബാക്കി നോക്കാം. എല്ലാ കാര്യങ്ങളും പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആ കാര്യം തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നേരെ പാർട്ട് 2 വീഡിയോയിലേക്കാണ് പോകുന്നത്. He left the temple very sorrowfully and began to wonder what he should do. നമ്മുടെ ബോയ് ടെമ്പിളിൽ നിന്ന് പോവുകയാണ്, സോറോഫുള്ളി, ദുഃഖിതനായിക്കൊണ്ട്. And began means started. To wonder means think എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ്. What he should do, എന്ത് ചെയ്യും ഇനി? If he went straight home, he felt sure his father would punish him for having been disobedient to the priest. ഇവൻ നേരെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഫാദർ വുഡ് പണിഷ് ചെയ്യും, ഇവനെ പണിഷ്മെൻറ്റ് കൊടുക്കും അല്ലേ, ശിക്ഷിക്കും. എന്തുകൊണ്ട്? ഫോർ ഹാവിങ് ബീൻ ഡിസൊബീഡിയൻറ്റ് ആയതുകൊണ്ട്, അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് പ്രീസ്റ്റിന്. സോ ഹി വാസ് അഫ്രൈഡ് ടു ഗോ ഹോം, വീട്ടിൽ പോകാൻ അവന് അതുകൊണ്ട് ഭയമായി. All at once he remembered that at the next village, 12 miles away, there was a very big temple. അപ്പോൾ അവൻ ഓർത്തൊരു കാര്യം, that at the next village, തൊട്ടപ്പുറത്തുള്ള ഗ്രാമത്തിൽ 12 miles away, 12 മൈൽസ് അപ്പുറം. 12 മൈൽസ് എന്ന് പറയുമ്പോൾ കിലോമീറ്ററിൽ കൃത്യമായി പറഞ്ഞാൽ 19 കിലോമീറ്റർ, 19.31, 19.31 കിലോമീറ്റേഴ്സ്. അത്രയും ദൂരം ഉണ്ട് കേട്ടോ, 12 മൈൽസ്. അപ്പോൾ ഇത്രയും ദൂരം അപ്പുറത്ത് എന്താണ്, ഒരു ടെമ്പിൾ ഉണ്ട്. There was a very big temple. അത് വലിയ ടെമ്പിളാണ്. He had heard there were several priests at that temple. ഇവൻ കേട്ടതെന്താ, ആ ടെമ്പിളിൽ ഇഷ്ടം പോലെ പ്രീസ്റ്റുകളുണ്ട്. And he made up his mind എന്ന് പറഞ്ഞാൽ decided എന്നാണ് അർത്ഥം. ആ ഒരു ഫ്രേസ് വെബ് made up one's mind എന്ന് പറഞ്ഞാൽ, ഓക്കെ, ആ ഒരു പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? Decided to go to them and ask them to take him for their accolade. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ടെമ്പിളിൽ ഇവന് പ്രീസ്റ്റ് ആകാൻ കഴിയില്ല, അതുകൊണ്ട് തൊട്ടപ്പുറത്തെ വില്ലേജിലെ ടെമ്പിളിൽ പോവാം. എന്നിട്ട് അവിടുത്തെ പ്രീസ്റ്റിനോട് പറയാലോ ഇവനെ ഒരു അക്വലൈറ്റ് ആയിട്ട്, ഹെൽപ്പറായിട്ട് അവിടെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നൗ ദാറ്റ് ബിഗ് ടെമ്പിൾ വാസ് ക്ലോസ്ഡ് അപ്പ്. ഇനി ഈ ബോയ് പറഞ്ഞ ആ ടെമ്പിൾ, ആ വലിയ ടെമ്പിൾ എന്താണ്? ക്ലോസ്ഡ് അപ്പ്, അടച്ചിട്ടുണ്ട്. ബട്ട് ദ ബോയ് ഡിഡ് നോട്ട് നോ ദിസ് ഫാക്ട്. പക്ഷേ ഈ കാര്യം ബോയ്ക്ക് അറിയില്ല, അത് അടച്ചിട്ടുണ്ടെന്നുള്ളത്. എന്താ അടച്ചിടാനുള്ള കാരണം? The reason it had been closed up was that a goblin had frightened the priest away. അടച്ചിടാനുള്ള കാരണം എന്താ? ഒരു ഗോബ്ലിൻ, അതായത് ഒരു കുട്ടിച്ചാത്തൻ അതിനുള്ളിലുള്ള പ്രീസ്റ്റിനൊക്കെ ഭയപ്പെടുത്തി ഓടിച്ചു വിട്ടിട്ടുണ്ട്. ആൻഡ് ഹാഡ് ടേക്കൺ പൊസഷൻ ഓഫ് ദ പ്ലേസ്. എന്നിട്ടോ ആ ഒരു പൊസഷൻ അവിടെ പോയി ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട് ആ പ്ലേസിൽ. അപ്പോൾ അവിടെ ഇപ്പോൾ ഭരിക്കുന്നത് ആ ഗോബ്ലിനാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഉള്ള ഒരു ജയന്റ് റാറ്റ്, ഒരു വലിയ എലി. Some brave warriors എന്ന് പറഞ്ഞ യോദ്ധാക്കൾ had afterward gone to the temple at night to kill the goblin. രാത്രിയിൽ ഗോബ്ലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കുറച്ച് യോദ്ധാക്കളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. But they had never been seen alive again. പക്ഷേ അവരൊന്നും പിന്നെ ജീവനോടെ ആരും കണ്ടിട്ടില്ല. Nobody had ever told these things to the boy. പക്ഷെ ആരും ഈ ബോയോട് ഈ കാര്യം പറഞ്ഞതുമില്ല. So he walked all the way to the village hoping to be kindly treated by the priest. ഈ കാര്യമൊന്നും ബോയ്ക്ക് അറിയില്ല, ഇതിൻ്റെ പിന്നിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും. ഇപ്പം ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ അവിടെയുള്ള കാര്യം ബോയ്ക്ക് അറിയില്ല. അപ്പോൾ നേരെ വില്ലേജിലേക്ക്, ആ ടെമ്പിളിലേക്ക് പോവുകയാണ്. എന്താ, പ്രീസ്റ്റൊക്കെ ഇവനെങ്ങനെ വരവേൽക്കുമെന്നൊക്കെ കരുതിക്കൊണ്ട്. വെൻ ഹി ഗോട്ട് ടു ദ വില്ലേജ് ഇറ്റ് വാസ് ഓൾറെഡി ഡാർക്ക്. വില്ലേജിൽ എത്തിയപ്പോഴേക്കും അവിടെ ഓൾറെഡി ഡാർക്ക്, ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾ ദ പീപ്പിൾ വർ ഇൻ ബെഡ്. എല്ലാവരും രാത്രി കിടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഹി സോ ദ ബിഗ് ടെമ്പിൾ ഓൺ എ ഹിൽ at the other end of the principal street and he saw there was a light in the temple. അപ്പോൾ എന്താണ്, ഒരു ഹിൽ, കുന്നിൻ്റെ മുകളിലായിട്ട് അവൻ ആ ടെമ്പിൾ കണ്ടു. പ്രിൻസിപ്പൽ സ്ട്രീറ്റ്, അവിടുത്തെ മെയിൻ സ്ട്രീറ്റിൻ്റെ അപ്പുറത്തായിട്ട് അല്ലേ, അറ്റ് ദ അതർ എൻഡ് ഓഫ് ദ പ്രിൻസിപ്പൽ സ്ട്രീറ്റ്. ആൻഡ് ഹി സോ ദർ വാസ് എ ലൈറ്റ് ഇൻ ദ ടെമ്പിൾ. ടെമ്പിളിൽ പക്ഷേ പ്രകാശം ഉണ്ടായിരുന്നു, വെളിച്ചം ഉണ്ടായിരുന്നു. പീപ്പിൾ ഹു ടെൽ ദ സ്റ്റോറി say the goblin used to make that light. അപ്പോൾ ജനങ്ങൾ, ഗോബ്ലിനെ കുറിച്ച് അറിയുന്ന ജനങ്ങൾക്ക് പൊതുവെ അവിടെ നാട്ടിലൊക്കെ പറയുന്ന കാര്യമാണ്, ആ ഗോബ്ലിൻ തന്നെയാണ് ആ വെളിച്ചം, എന്താണ് അവിടെ ആ ഒരു സ്ഥലത്ത് എന്താണ് പ്രകാശമുണ്ടാക്കുന്നത് ആ ടെമ്പിളിൽ.
ഗോബ്ലിൻ ഉണ്ടാക്കും പ്രകാശം. എന്തുകൊണ്ട്? ഇൻ ഓർഡർ ടു ടെംപ്റ്റ് എന്ന് പറഞ്ഞാൽ ആകർഷിക്കാൻ, ലോൺലി ഏകരായിട്ടുള്ള ട്രാവലേഴ്സ് യാത്രക്കാരെ, ടു ആസ്ക് ഫോർ ഷെൽട്ടർ. അപ്പോൾ ഒറ്റയ്ക്ക് വരുന്ന യാത്രക്കാരൊക്കെ അവിടെ ഇങ്ങനെ എന്താണ് ഒരു വെളിച്ചം കാണുമ്പോൾ എല്ലാവരും രാത്രി ഇന്നിവിടെ സ്റ്റേ ചെയ്യാന്ന് കരുതി വരും. അപ്പോൾ ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോബ്ലിൻ തന്നെ ചെയ്യുന്ന ഒരു കളിയാണിത്. ദ ബോയ് വെന്റ് അറ്റ് വൺസ് ടു ദ ടെമ്പിൾ ആൻഡ് നോക്ക്ഡ്. അപ്പോൾ ടെമ്പിളിൽ പോയിട്ട് ബോയ് എന്ത് ചെയ്തു? നോക്ക്ഡ്, മുട്ടി, കതകിൽ മുട്ടി. ദർ വാസ് നോ സൗണ്ട് ഇൻസൈഡ്. കതകിന് മുട്ടിയപ്പോൾ ഉള്ളിൽ നിന്നും ഒരു ശബ്ദവും വന്നില്ല. ഹി നോക്ക്ഡ് ആൻഡ് നോക്ക്ഡ് അഗൈൻ. വീണ്ടും കതക് മുട്ടി. ബട്ട് സ്റ്റിൽ നോബഡി കേം. ആരും വന്നില്ല. അറ്റ് ലാസ്റ്റ് ഹി പുഷ്ഡ് ജെന്റ്ലി അറ്റ് ദ ഡോർ. ജെന്റ്ലി, മൃദുവായിട്ട് അവൻ പുഷ് ചെയ്തു, തള്ളി, ഡോറ് മെല്ലെ തള്ളി ഓപ്പൺ ചെയ്തു. ആൻഡ് വാസ് ക്വൈറ്റ് ഗ്ലാഡ് മീൻസ് ഹാപ്പി, ടു ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഹാഡ് നോട്ട് ബീൻ ഫാസ്റ്റൻഡ് എന്ന് പറഞ്ഞാൽ ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഹാഡ് നോട്ട് ബീൻ ഫാസ്റ്റൻഡ് എന്ന് പറഞ്ഞാൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ കതക് എന്നുള്ളതാണ്. അത് കണ്ടപ്പോൾ ബോയ്ക്ക് സന്തോഷമായി, കാരണം അവൻ അകത്ത് കയറാൻ കഴിഞ്ഞല്ലോ. സോ ഹി വെന്റ് ഇൻ. അവൻ അകത്തേക്ക് പോയി. ആൻഡ് സോ എ ലാമ്പ് ബേണിംഗ് ബട്ട് നോ പ്രീസ്റ്റ്. ഒരു ലാമ്പ്, ഒരു വിളക്ക് ഇങ്ങനെ ബേണിംഗ്, കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് നോ പ്രീസ്റ്റ്. അവിടെ പ്രീസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് അവിടെ എന്താണ്, ഒരു പ്രീസ്റ്റും, അതായത് ഒരു വൈദികനും ഉണ്ടായിരുന്നില്ല. ഹി തോട്ട് സം പ്രീസ്റ്റ് വുഡ് ബി ഷുവർ ടു കം വെരി സൂൺ. ഇവൻ ചിന്തിച്ചത് എന്താണ്? സം പ്രീസ്റ്റ് വുഡ് ബി ഷുവർ ടു കം വെരി സൂൺ. ഏതെങ്കിലും ഒരു പ്രീസ്റ്റ് ഇപ്പോൾ വരും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പ്രീസ്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ എന്താണ് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയാറുള്ളത്, വൈദികൻ എന്നുള്ള അർത്ഥത്തിൽ. പെട്ടെന്ന് അങ്ങനെയാണ് നമ്മൾ പറയാം. പക്ഷേ അത് ഏത് മതത്തിലും എന്താണ് പ്രീസ്റ്റ് എന്ന് പറയുമ്പോൾ അതിലെ എന്താണ് ഇപ്പോൾ പൂജാരി എന്നോ, അപ്പോൾ ഓരോ മതം മാറുന്നതിനനുസരിച്ച് അതിലെ ആ പ്രാക്ടീസ്, റിലീജിയസ് പ്രാക്ടീസ് ഇങ്ങനെയൊക്കെ ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരിക്കും ആ കാര്യം ഇവിടെ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇവരുടെ വിശ്വാസപ്രകാരമുള്ള അമ്പലത്തിലെ ഇവരുടെ പ്രീസ്റ്റ് ആ രീതിയിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഇവൻ ചിന്തിച്ചത് എന്താ? ഹി തോട്ട് സം പ്രീസ്റ്റ് വുഡ് ബി ഷുവർ ടു കം വെരി സൂൺ. പെട്ടെന്ന് തന്നെ ഏതെങ്കിലും പ്രീസ്റ്റ് വരുമെന്ന് ഇവൻ ചിന്തിച്ചു. ആൻഡ് ഹി സാറ്റ് ഡൗൺ ആൻഡ് വെയിറ്റഡ്. എന്നിട്ട് എന്ത് ചെയ്തു? ഇവൻ അവിടെ ഇരുന്നു. ആൻഡ് വെയിറ്റഡ്. എന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തു ഏതെങ്കിലും പ്രീസ്റ്റ് അവിടെ വരുമെന്ന്. ദെൻ ഹി നോട്ടീസ്ഡ്. പിന്നെ അവൻ ശ്രദ്ധിച്ചു ദാറ്റ് എവറിത്തിങ് ഇൻ ദ ടെമ്പിൾ വാസ് ഗ്രേ ആൻഡ് ഡസ്റ്റ്. ആ ടെമ്പിളിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഗ്രേ കളറായിട്ടുണ്ട്. വിത്ത് ഡസ്റ്റ്, പൊടി പിടിച്ചിട്ട് ആരും അതൊന്നും ക്ലീൻ ആക്കാത്ത പോലെ. ആൻഡ് തിക്ലി സ്പൺ ഓവർ വിത്ത് കോബ് വെബ്സ് എന്ന് പറഞ്ഞാൽ മാറാല. ഓരോ നാട്ടിലും ഇതിന് ഓരോ പേരാണ്. ചില നാട്ടിൽ ഇതിന് ചുക്ലി എന്നൊക്കെ പറയും. കോബ് വെബ്സിന് മാറാല. നിങ്ങൾക്ക് അറിയില്ലേ മാറാല? എല്ലാ നാട്ടിലും ഈ പേരിനെല്ലാം തോന്നും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. സ്പൺ എന്ന് പറഞ്ഞാൽ ആകെ ചുറ്റിയിട്ടുണ്ട്, അപ്പം ആകെ മാറാല പിടിച്ചിട്ടുണ്ട്. So he thought to himself that the priest would certainly like to have an acolyte to keep the place clean. അപ്പോൾ ഇവങ്ങനെ കരുതി എന്തായാലും ഇവിടെയുള്ള പ്രീസ്റ്റിനൊക്കെ ഒരു അക്വലേറ്റ്, ഒരു ഹെൽപ്പറിൻ്റെ സഹായിയുടെ ആവശ്യമുണ്ട് ഈ കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. He wondered why they had allowed everything to get so dusty. ഇവൻ അത്ഭുതപ്പെട്ടു, എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇത്രയും ഡസ്റ്റി ആയത്, എന്തുകൊണ്ട് അവർ ക്ലീൻ ആക്കുന്നില്ല. What most pleased him, however, were some big white screens good to paint cats upon. ഏറ്റവും കൂടുതൽ ഇവനെ പ്ലീസ് ചെയ്തത്, സന്തോഷിപ്പിച്ച കാര്യം എന്താണെന്നറിയോ? വലിയ വൈറ്റ് സ്ക്രീൻസ് അവിടെ ഉണ്ടായിരുന്നു. എന്തിന്? ഇവന് അങ്ങനത്തെ സ്ക്രീൻ കണ്ട എന്താ ഇവൻ്റെ സ്വഭാവം? നേരെ പൂച്ചനെ വരക്കും. അപ്പോൾ പൂച്ചനൊക്കെ വരക്കാൻ വേണ്ടിയിട്ട് നല്ല വലിയ സ്ക്രീനൊക്കെ അവിടെ ഉണ്ട്, നല്ല മറ. അപ്പോൾ ഇവനത് എന്താണ് പറയുക, ഒരു ക്യാൻവാസ് പോലെ ഉപയോഗിച്ച് ചിത്രം വരക്കാം. Though he was tired, he looked at once for a writing box and found one, had ground some ink and began to paint cats. വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ട്, ഉറങ്ങാനൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ ഇവന് ഇത്രയും നല്ല ഒരു ക്യാൻവാസ് പോലെ എന്താണ് സ്ക്രീനൊക്കെ കണ്ട സമയത്ത് കുറച്ച് പൂച്ചകളെ വരയ്ക്കാനുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ ഇവൻ്റെ സെറ്റപ്പ് അവൻ പുറത്തെടുത്തു, ഇങ്കും കാര്യങ്ങളൊക്കെ, എന്നിട്ട് പെയിൻറ്റ് ചെയ്യാൻ പോവാ കാറ്റ്സിനെ. He painted a great many cats upon the screens. സ്ക്രീൻസിൻ്റെ മുകളിൽ ഒന്ന് രണ്ടൊന്നുമല്ല, ഒരുപാട് പൂച്ചകൾ അവൻ വരച്ചു. And then he began to feel very very sleepy. വരച്ചു കഴിഞ്ഞ ശേഷം ഇവനെന്താ വളരെയധികം ഉറക്കം വരാൻ തുടങ്ങി. He was just on the point of lying down to sleep beside one of the screens. അപ്പോൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ സ്ക്രീൻസിൻ്റെ അടുത്ത് പോയിട്ട് അവൻ കിടന്നുറങ്ങും എന്നുള്ള രീതി വരെ അത്രയധികം അവന് ഉറക്കം വരാൻ തുടങ്ങി. When he suddenly remembered the words, avoid large places, keep to small. പെട്ടെന്ന്
അവന് ആ വാക്കുകൾ ഓർമ്മ വന്നു. എന്തായിരുന്നു ആ വാക്കുകൾ? നമ്മുടെ പഴയ ടെമ്പിളിൽ പ്രീസ്റ്റ് പറഞ്ഞില്ലേ, അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ. വലിയ പ്ലേസ് ഒഴിവാക്കുക, ചെറുത് സെലക്ട് ചെയ്യുക എന്നുള്ളത്. ദ ടെമ്പിൾ വാസ് വെരി ലാർജ്. ആ ടെമ്പിൾ വലിയ ഒന്നായിരുന്നു. ഹി വാസ് ഓൾ അലോൺ. അവിടെയാണെങ്കിൽ ആരെയും കാണുന്നില്ല, അവന് അലോൺ, ഒറ്റക്ക. ആൻഡ് ആസ് ഹി തോട്ട് ഓഫ് ദീസ് വേർഡ്സ്, ആ വാക്കുകൾ, അതായത് അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ എന്നവൻ ഓർത്തപ്പോൾ, തോ ഹി കുഡ് നോട്ട് ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡ് ദം, മുഴുവനായിട്ട് അവൻ മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും, ഹി ബിഗാൻ ടു ഫീൽ ഫോർ ദ ഫസ്റ്റ് ടൈം എ ലിറ്റിൽ അഫ്രൈഡ്. അല്പം ഭയം വരാൻ തുടങ്ങി. കാരണം ഇത് വലിയ ഒരു ടെമ്പിളിൽ ഒറ്റയ്ക്കല്ലേ ഇവന് ഇരിക്കുന്നത്. അപ്പോൾ അവന് ഭയം വരാൻ തുടങ്ങി. ആൻഡ് ഹി റിസോൾവ് എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു, ടു ലുക്ക് ഫോർ എ സ്മോൾ പ്ലേസ് ഇൻ വിച്ച് ടു സ്ലീപ്പ്. അപ്പോൾ ചെറിയൊരു പ്ലേസ് അവന് ഉറങ്ങാൻ വേണ്ടി അവനിങ്ങനെ നോക്കാൻ തുടങ്ങി. ഹി ഫൗണ്ട് എ ലിറ്റിൽ ക്യാബിനറ്റ്. ഒരു ക്യാബിനറ്റ്, ഒരു ചെറിയ ഒരു അടച്ചിട്ട ഒരു റൂം അവൻ കണ്ടു. റൂമെന്നോ അല്ലെങ്കിൽ ഒരു ചെറിയ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു പ്ലേസ് അവൻ കണ്ടു ഉറങ്ങാൻ വേണ്ടി. വിത്ത് എ സ്ലൈഡിങ് ഡോർ. അതിൻ്റെ ഡോറ് ഇങ്ങനെ സ്ലൈഡിങ് നീക്കാൻ പറ്റുന്ന ഡോറായിരുന്നു. ആൻഡ് വെൻറ്റ് ഇൻ ടു ഇറ്റ്. അവൻ അതിൻ്റെ അകത്തേക്ക് പോയി. ആൻഡ് ഷട്ട് ഹിംസെൽഫ് അപ്പ്. എന്നിട്ട് അവൻ അവിടെ പോയിട്ട് ഉറങ്ങാൻ റെഡിയായി. എന്നിട്ട് വാതിലടച്ചു. ദെൻ ഹി ലേ ഡൗൺ ആൻഡ് ഫെൽ ഫാസ്റ്റ് അസ്ലീപ്. കിടന്ന ഉടനെ അവന് നന്നായിട്ട് ഉറങ്ങി. കാരണം എന്താ, നല്ല ക്ഷീണം കാണും, ഒരുപാട് നടന്നതല്ലേ. വെരി ലേറ്റ് ഇൻ ദ നൈറ്റ്. രാത്രി ഒരുപാട് സമയമായപ്പോൾ, he was awakened by a most terrible noise. A noise of fighting and screaming. രാത്രി ആ സമയത്ത് he was awakened, അവൻ എഴുന്നേറ്റു, by a most terrible noise. ഭയാനകമായ നോയ്സ്, ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. എ നോയ്സ് ഓഫ് ഫൈറ്റിംഗ്, കടിപിടി കൂടുന്ന, ആൻഡ് സ്ക്രീമിങ്, ഉറക്കെ നിലവിളിക്കുന്ന ശബ്ദം ഇവൻ കേട്ടു. ഇറ്റ് വാസ് സോ ഡ്രെഡ്ഫുൾ ദാറ്റ് ഹി വാസ് അഫ്രൈഡ് ഈവൻ ടു ലുക്ക് ത്രൂ എ ചിങ്ക് ഓഫ് ദ ലിറ്റിൽ ക്യാബിനറ്റ്. ഈ ക്യാബിനറ്റിൻ്റെ അവിടെ ഒരു ചിങ്ക്, ഒരു ചെറിയ ഫിഷർ, ഒരു വിടവുണ്ട്. ആ വിടവിലൂടെ എന്താണ് ക്യാബിനറ്റിന് പുറത്ത്, അതായത് നമ്മുടെ ഈ ഒരു ടെമ്പിളിനകത്ത് എന്താണ് നടക്കുന്നത് നോക്കാൻ പോലും അവന് ഭയമായിരുന്നു. ഹി ലേ വെരി സ്റ്റിൽ. അനങ്ങാതെ അവൻ കിടന്നു. ഹോൾഡിങ് ഹിസ് ബ്രെത്ത് ഫോർ ഫ്രൈറ്റ്. ഭയന്നുകൊണ്ട് അവൻ്റെ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് അവനവിടെ കിടന്നു. ദ ലൈറ്റ് ദാറ്റ് ഹാഡ് ബീൻ ഇൻ ദ ടെമ്പിൾ വെൻറ്റ് ഔട്ട്. ആ ടെമ്പിളിലുണ്ടായിരുന്ന ആ വെളിച്ചം പോലും ഇല്ലാതായിപ്പോയി. ബട്ട് ദ ഓഫുൾ സൗണ്ട് കണ്ടിന്യൂഡ്. ആ ഭയാനകമായ ഓഫുൾ ആയിട്ടുള്ള സൗണ്ട് തുടർന്നുകൊണ്ടിരുന്നു. ആൻഡ് ബിക്കേം മോർ ഓഫുൾ. അത് കൂടുതൽ ഭയാനകമായി. ആൻഡ് ഓൾ ദ ടെമ്പിൾ ഷുക്ക്. ആ ടെമ്പിൾ ആകമാനം ഇളകാൻ തുടങ്ങി. ആഫ്റ്റർ എ ലോങ് ടൈം സൈലൻസ് കെയിം. കുറേ സമയത്തിന് ശേഷം സൈലൻസ്, നിശബ്ദത വന്നു. അതായത് ആ ശബ്ദങ്ങളൊക്കെ അടങ്ങി. But the boy was still afraid to move. പക്ഷേ ബോയ്ക്ക് വളരെയധികം ഭയമായിരുന്നു അനങ്ങാൻ. അവൻ അനങ്ങാതെ കിടന്നു. He did not move until the light of the morning sun shone into the cabinet through the chinks of the little door. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴാണ് ഇവൻ അവിടെ നിന്ന് അനങ്ങാൻ അവൻ ധൈര്യപ്പെട്ടത് എന്നാ പറഞ്ഞത്. He did not move until the light of the morning sun, അതായത് രാവിലത്തെ സണ്ണിൻ്റെ ആ ലൈറ്റ് ഷോൺ തിളങ്ങി ഇൻ ടു ദ ക്യാബിനറ്റ് ത്രൂ ദ ചിങ്സ് എന്ന് പറഞ്ഞല്ലോ ചെറിയ വിടവ്. അപ്പോൾ ആ ലിറ്റിൽ ഡോറിൻ്റെ അവിടെ ചെറിയ വിടവ്, അതിലൂടെ രാവിലത്തെ പ്രകാശകത്തേക്ക് കടന്ന സമയത്ത് മാത്രമേ ബോയ് അവിടെ നിന്ന് എഴുന്നേറ്റതുള്ളൂ. Then he got out of his hiding place very cautiously. Cautiously means ശ്രദ്ധയോടെ ഇവൻ got out, എഴുന്നേറ്റു അവൻ്റെ ഹൈഡിങ് പ്ലേസിൽ നിന്ന്. And looked about, എന്നിട്ട് ചുറ്റും നോക്കാൻ തുടങ്ങി. The first thing he saw was that all the floor of the temple was covered with blood. ആദ്യത്തെ കാര്യം അവൻ നോട്ട് ചെയ്ത് ടെമ്പിളിൻ്റെ ഫ്ലോർ ആകെ ബ്ലഡ്, ചുവന്ന നിറത്തിൽ ആയിട്ടുണ്ട്. And then he saw lying dead in the middle of it. ആ രക്തത്തിൻ്റെ സെൻട്രലായിട്ട് ലൈയിങ് കിടക്കുന്നത് എന്തായിരുന്നു? an enormous, ഒരു വലിയ, ബിഗ് എന്നാണ് ഇനോമസ് എന്നർത്ഥം. മോൺസ്ട്രസ് ഒരു ഭീമാകാരനായിട്ടുള്ള ഒരു എലി. മോൺസ്ട്രസ് റാറ്റ്, എ ഗോബ്ലിൻ റാറ്റ്, ഒരു ഗോബ്ലിൻ റാറ്റ്, അതായത് ഒരു കുട്ടിച്ചാത്തിന് എലിയാണ് ഇവൻ കണ്ടത്. ബിഗർ ദാൻ എ കൗ. ആ എലി എത്രത്തോളം വലിപ്പമുണ്ട്? ഒരു കൗ, പശുവിനെക്കളർ വലിപ്പമുള്ള വലിയ ഗോബ്ലിൻ റാറ്റ് ആയിരുന്നു അവിടെ കിടന്നിരുന്നത്. ബട്ട് ഹൂ ഓർ വാട്ട് കുഡ് ഹാവ് കിൽഡ് ഇറ്റ്. പക്ഷേ ആര് അല്ലെങ്കിൽ എന്താണ് ആ വലിയ ഗോബ്ലിനെ കൊന്നത്? There was no man or other creature to be seen. ഒരു മനുഷ്യനെയോ ഒരു ജീവിയെയോ അവിടെ ഒന്നും കണ്ടില്ല. Suddenly the boy observed that the mouths of all the cats he had drawn the night before were red and wet with blood. എന്താ പറഞ്ഞത്? Suddenly
the boy observed, boy ശ്രദ്ധിച്ചു, that the mouths of all the cats he had drawn the night before, തലേ ദിവസം രാത്രി ഇവൻ വരച്ച പൂച്ചകളുടെ വായ ഒക്കെ എന്താണ്, ചുവന്ന നിറം, വെറ്റ് വിത്ത് ബ്ലഡ്, അതൊക്കെ എന്താണ്, റെഡ് കളറായിട്ടുണ്ട്, ബ്ലഡിൻ കൊണ്ട് നനഞ്ഞിട്ടുണ്ട്. Then he knew that the goblin had been killed by the cats which he had drawn. അങ്ങനെ ബോയ്ക്ക് മനസ്സിലായി അവൻ വരച്ച പൂച്ചകളാണ് ഗോബ്ലിൻ റാറ്റിനെ കൊന്നത്. And then also for the first time he understood why the wise old priest had said to him, avoid large places at night, keep to small. അപ്പോൾ അവന് മനസ്സിലായി എന്തുകൊണ്ടായിരുന്നു പഴയ ടെമ്പിളിലെ ആ ഓൾഡ് വൈസ് പ്രീസ്റ്റ് പറഞ്ഞത് അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ് ആൻഡ് കീപ് ടു സ്മോൾ എന്നുള്ളത്. അങ്ങനെ അവന് മനസ്സിലായി. Afterward, the boy became a very famous artist. അതിനുശേഷം നമ്മുടെ ബോയ് എന്താണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായി മാറി. Some of the cats which he drew are still shown to travelers in Japan. ഇപ്പോൾ പോലും ജപ്പാനിൽ യാത്രക്കാർക്ക്, ട്രാവലേഴ്സിന് എന്താണ്, ഇവൻ വരച്ച പൂച്ചകളെ കാണിച്ചു കൊടുക്കാറുണ്ട് എന്നതാണ്, ഇപ്പോഴും അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല, കഥയാണ്, ആ രീതിയിൽ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ അതുപോലെ തന്നെ ഈ ഒരു ലെസൺ മുഴുവനായിട്ട് മനസ്സിലായി, അതുപോലെ തന്നെ വളരെയധികം എൻജോയ് ചെയ്ത് കണ്ടു എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.